السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه أجمعين، أما بعد. اللهم صل وسلم وبارك على سيدنا محمد النور الذاتي والسد الساري في سائر الأسماء والصفات. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ വിഷയം വിശ്വാസത്തിൻ്റെ ലാവണ്യം എന്നതാണ്. അതായത് മുസ്ലിങ്ങളായ നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ, തത്വത്തിൽ വിശ്വാസം എന്നതിന് എത്ര സൗന്ദര്യമുണ്ട് എന്ന് അന്വേഷിക്കുന്ന ഒരു ലളിതമായ ചർച്ചാവേദിയിലാണ് നാം. ഞാനത് ലളിതമാണ് എന്ന് പറഞ്ഞത് വിഷയം കൊണ്ട് ലളിതമാണ് എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് നാം അത് ചർച്ചക്കെടുക്കുമ്പോൾ അത് ലളിതമായി തീരുമെന്നുള്ളത് കൊണ്ടാണ്. വളരെ ഗഹനമായ വിഷയമാണ്. ഞാൻ ആദ്യം വിശ്വാസത്തിന് ഈ രീതിയിലുള്ള ലാവണ്യമുണ്ടോ, ലാവണ്യം, സൗന്ദര്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈസ്തറ്റിക് പ്ലഷർ എന്ന് നമുക്ക് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ മിമ്മാ ഇലൈഹി മിമ്മാ സിവാഹുമാ വ അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ് وأن يكره أن يعود في الكفر بعد أن أنقذه الله منه كما يكره أن يقذف في النار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിങ്ങളൊക്കെ ഓതിയ ഹദീസാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓതിയിട്ടുണ്ടാകും, പരമാവധി എല്ലാവരും ഓതിയിട്ടുണ്ടാകും. അതായത് ഈമാനിന് സൗന്ദര്യമുണ്ടോ, രസമുണ്ടോ, അത് ഈസ്തറ്റിക് ആണോ എന്നതിന് നമുക്ക് നൽകാവുന്ന അനേകം ആയത്തുകളും ഹദീസുകളും ഉണ്ടെങ്കിലും ഒരു ഹദീസ് ഞാൻ അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ആ 3 കാര്യങ്ങൾ മുഖേന അവൻ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഹദീസിന്റെ ആദ്യ ഭാഗത്ത് പരാമർശിച്ചത്. ഇത് നമുക്കൊരു കാര്യം മനസ്സിലാക്കും, ഈമാനിന് മാധുര്യമുണ്ട് എന്ന്. ഞാനത് പറയുന്നതിന് വേണ്ടിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. 3 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയാൽ വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അവൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇവിടെ തന്നെ വളരെ രസകരമായ ആലങ്കാരിക പ്രയോഗം കാണാവുന്നതാണ്. ഈമാനിനെ സുന്ദരമായ ഒരു രസമുള്ള മധുരമുള്ള ഒരു പഴത്തോട് ഉപമിച്ചിരിക്കുകയാണ്. എന്നിട്ട് പഴത്തെ പറയാതെ പഴത്തിന്റെ ലാസിമായ
പഴത്തിൻ്റെ മധുരം എന്നതിനെ പറഞ്ഞ് അത് ഈമാനിലേക്ക് ഇലാഫത്ത് ചെയ്തിരിക്കുകയാണ്. ഇസ്തിയാറത്തും ബിൽ കിനായ എന്നൊക്കെ പറയും. അപ്പോൾ ഈമാൻ എന്നതൊരു പഴം പോലെയാണ്. അതിന് രുചിയുണ്ട്, നല്ല രസമുണ്ട്. ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ ആ കാര്യങ്ങൾ മുഖേന അദ്ദേഹത്തിന് ഈമാന്റെ രുചി അനുഭവിക്കാൻ കഴിയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാൻ, വിശ്വാസം, അതിന് സൗന്ദര്യമുണ്ട്, വിശ്വാസത്തിന് രസമുണ്ട്, അതിന് മധുരിമയുണ്ട്, അത് ആസ്വദിക്കാൻ പറ്റുന്നത് കൂടിയാണ്. ഒരുപക്ഷെ പുറം വായനകൾ മാത്രം നടത്തുന്ന ഒരു വേളയിൽ നമുക്ക് വിശ്വാസത്തിന്റെ ഉള്ളിലേക്ക് കടക്കാനും വിശ്വാസ സംബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തുകളെയും ഹദീസുകളെയും അതിന്റെ സൗന്ദര്യം അനുസരിച്ച് മനസ്സിലാക്കാനും സാധിച്ചോളണമെന്നില്ല. കാരണം നമ്മുടെ ചർച്ചകൾ പലപ്പോഴും പുറംപാളിയിൽ തട്ടി നിൽക്കുന്നതും പദസംബന്ധമായതുമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതിന്റെ അപ്പുറത്തേക്ക് പദം നൽകുന്ന സാധ്യതകളെ വീണ്ടും വീണ്ടും ഇഴകീറി മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ള ഗ്രാമർ നിയമങ്ങൾ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സൗന്ദര്യശാസ്ത്ര നിയമങ്ങൾ, ഇവയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം മുന്നോട്ടു പോയാൽ വിശ്വാസ സംബന്ധമായ എന്നല്ല, എല്ലാ ആയത്തുകളുടെയും ഹദീസുകളുടെയും സൗന്ദര്യം നമുക്ക് ബോധ്യപ്പെടും. വിശിഷ്യ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ വിശ്വസിക്കുന്നതിനെ കുറിച്ച്, നബിയെ വിശ്വസിക്കുന്നതിനെ കുറിച്ച്, വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് മുഴുവനും സംസാരിച്ച ആയത്തുകൾ വളരെ രസകരമാണ്. വളരെയധികം ചിന്തിക്കാൻ നമുക്ക് അവസരം നൽകുന്നതാണ്. ഞാന് ഉദാഹരണത്തിന് വേണ്ടി വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ കലിമത്തു തയ്യിബ, വിശുദ്ധ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തെ ഉപമിക്കുന്ന ഒരായത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സൂറത്ത് ഇബ്രാഹിമിലെ 24-ാമത്തെ വചനം. സൂറത്ത് ഇബ്രാഹിമിലെ 24-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അലം തറ, നീ കണ്ടിട്ടില്ലേ, കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ, നല്ല വചനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഉപമ ചമക്കുന്നതെന്ന് നീ കണ്ടിട്ടില്ലേ, നീ ആലോചിച്ചിട്ടില്ലേ, നീ മനസ്സിലാക്കിയിട്ടില്ലേ? അത് കശജറത്തിൻ തയ്യിബത്തിൻ, ഒരു നല്ല മരം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ മുരട് ഉറച്ചതാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശാഖകൾ ആകാശ ചുംബികളാണ്. തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ, എല്ലാ സമയത്തും അതിന്റെ ഫലം അത് നൽകിക്കൊണ്ടിരിക്കുന്നു. ബിഇദ്നി റബ്ബിഹാ, അതിന്റെ നാഥന്റെ സമ്മതത്താൽ. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി, ജനങ്ങൾക്ക് ഈ വിധം അല്ലാഹു ഉപമകൾ ചമച്ചു കൊടുക്കുന്നു. ലഅല്ലഹും യതദക്കറൂൻ, അവർ പാഠം സിദ്ധിക്കുന്നതിന് വേണ്ടി എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി യഅലം അന്നഹു തആല ലമ്മ ശറഹ അഹ്വാലൽ അസ്ഖിയാഇ وأحوال السعداء ذكر مثالا يبين الحال في حكم هذين القسمين وهو هذا المثل وفيه مسائل. അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജിതരായ ആളുകളുടെയും വിജയികളുടെയും അവസ്ഥ വിശദീകരിച്ചതിനു ശേഷം ഉപമകൾ പറഞ്ഞുകൊണ്ട് 2 കിസ്മുകളെയും അല്ലാഹു, 2 വിഭാഗത്തെയും അല്ലാഹു ഉപമകളിലൂടെ വിശദീകരിക്കുകയാണ്. വഫീഹി മസായിലു, ഈ പറയുന്ന ആയത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്.
المسألة الأولى يعلم أنه تعالى ذكر شجرة موصوفة بصفات أربعة ثم شبه الكلمة الطيبة بها. ذكر الله سبحانه وتعالى പറഞ്ഞിരിക്കുന്നു ഷജറത്തൻ മൗസൂഫത്തൻ ബിസിഫാത്തിൻ അർബഅത്തിൻ, 4 വിശേഷണങ്ങളുള്ള മരത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്. സുമ്മ എന്നിട്ട് ശബ്ബഹൽ കലിമത്ത ത്വയ്യിബത്ത, വിശുദ്ധ വചനത്തെ അള്ളാഹു ഉപമിക്കുകയായിരുന്നു ബിഹാ, ആ മരം കൊണ്ട്. ഫസ്സിഫത്തുൽ ഊല, ഒന്നാമത്തെ സിഫത്ത്, ലിതിൽക ഷജറത്തി, ആ മരത്തിനുള്ള ഒന്നാമത്തെ വിശേഷണം, കൗനുഹ ത്വയ്യിബത്തൻ, അത് നല്ലതാണ് എന്നുള്ളതാണ്. കൗനുഹ ത്വയ്യിബത്തൻ, അത് നല്ലതാണ് എന്നുള്ളതാണ്. വദാലിക യഹ്തമിലു ഉമൂറൻ, അത് ഒരുപാട് കാര്യങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ട്. എന്താണ് ആ ഒരുപാട് കാര്യങ്ങൾ? അഹദുഹ, ഒന്നാമത്തേത് കൗനുഹ ത്വയ്യിബത്തൽ മൻദരി വസ്സൂറത്തി വശക്ലി, ഒന്നാമത്തെ അതിന്റെ വിശേഷണം, അത് നല്ലതാണ് എന്ന് പറഞ്ഞതിന്റെ വിശേഷണം ഫസിഫത്തുൽ ഊല ലിതിൽക ഷജറത്തി കൗനുഹ ത്വയ്യിബത്തൻ വദാലിക യഹ്തമിലു ഉമൂറൻ അഹദുഹ കൗനുഹ ത്വയ്യിബത്തൽ മൻദരി വസ്സൂറത്തി വശക്ലി, അത് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് എന്നുള്ളതാണ്, കാഴ്ചക്ക് ഭംഗിയുള്ളതാണ് എന്നുള്ളതാണ്. വസാനിഹ കൗനുഹ ത്വയ്യിബത്ത റായിഹത്തി, അത് നല്ല വാസനയുള്ളതാണ്, മണമുള്ളതാണ്, ഗന്ധമുള്ളതാണ് എന്നുള്ളതാണ് രണ്ടാമത്തേത്. വസാലിസുഹ, മൂന്നാമത്തേത് കൗനുഹ ത്വയ്യിബത്ത സമറത്തി യഅനി അന്നൽ ഫവാകിഹൽ മുതവല്ലിദത മിൻഹാ തകൂനു ലദീദതൻ മുസ്തതാബതൻ, അതിൽ നിന്നുണ്ടാകുന്ന അതിൽ കായ്ച്ചു നിൽക്കുന്ന ഫലങ്ങൾ അത് ഏറ്റവും കൂടുതൽ രുചികരമാണ് എന്നുള്ളതാണ്. കൗനുഹ ത്വയ്യിബത്ത സമറത്തി യഅനി അന്നൽ ഫവാകിഹൽ മുതവല്ലിദത മിൻഹാ, അതിൽ നിന്ന് ഉണ്ടാകുന്ന ഫലങ്ങൾ തകൂനു ലദീദതൻ മുസ്തതാബതൻ, രുചികരമായിരിക്കും. വറാബിഉഹ, നാലാമത്തെ കാര്യം കൗനുഹ ത്വയ്യിബതൻ ബിഹസബിൽ മൻഫഅതി, അതിന്റെ ഉപകാരത്തെ അനുസരിച്ച് നോക്കുമ്പോൾ ആ നിലക്കും അത് വളരെ നല്ലതായിരിക്കും. യഅനി അന്നഹ കമാ യുസ്തലദ്ദു ബി അക്ലിഹ ഫകദാലിക യഅ്ലുമുൽ ഇന്തിഫാഉ ബിഹാ, അത് രുചിക്കാൻ നല്ലതാണ് എന്നതുപോലെ, കാണാൻ നല്ലതാണ് എന്നതുപോലെ തന്നെ ഫകദാലിക യഅ്ലുമുൽ ഇന്തിഫാഉ ബിഹാ, അതുകൊണ്ട് ഉപകാരമെടുക്കാനും നല്ല പോലെ പറ്റും. വയജിബു ഹംലു ഖൗലിഹി ഷജറത്തിൻ ത്വയ്യിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞ ഷജറത്തുൻ ത്വയ്യിബ എന്ന വാക്കിന് സാധ്യതയുണ്ട് അലാ മജ്മുഇ ഹാദിഹിൽ വുജൂഹി, ഈ ന്യായങ്ങൾ മുഴുവനും ചേർത്ത് അർത്ഥം വെക്കാൻ സാധ്യതയുണ്ട്. ലിഅന്ന ഇജ്തിമാഅഹ, കാരണം ഈ പറഞ്ഞ എല്ലാ ന്യായങ്ങളും യുഹസ്സിലു കമാല ത്വയ്യിബി, ആ ത്വയ്യിബായിരിക്കുക, നല്ലതായിരിക്കുക എന്നുള്ളതിനെ സാധ്യമാക്കാൻ ഏറ്റവും പറ്റിയതാണ് ഈ എല്ലാ കാര്യങ്ങളും എന്ന് ബഹുമാനപ്പെട്ട റാസി ഇമാം അവിടെ നൽകുന്നത് കാണാൻ പറ്റും. ചുരുക്കി ഞാൻ വിശദീകരിക്കുകയാണ് ഈ പറഞ്ഞത് എന്താണെന്ന്. നല്ല മരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ്, 5 ഇന്ദ്രിയങ്ങളാണ് മനുഷ്യനുള്ളത്. ഈ 5 ഇന്ദ്രിയങ്ങൾക്കും അത് സുഖകരമായിരിക്കണം, കാഴ്ചക്ക് നല്ല സുന്ദരമായിരിക്കണം. അതുപോലെ അതിലൂടെ കടന്നു വരുന്ന മറ്റു തഫ്സീറുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ പല രീതിയിലുള്ള വിശദീകരണങ്ങൾ കാണാൻ പറ്റും. കടന്നു വരുന്ന മന്ദമാരുതൻ, അതിന്റെ ഇലകളിൽ തട്ടി ജലധർമ്മരങ്ങൾ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന സംഗീതം, അത് കാതിന് ശ്രവണമധുരമായിരിക്കണം, കാഴ്ചക്ക് സുന്ദരമായിരിക്കണം, അതിന്റെ ഫലങ്ങൾ രുചിക്കാൻ സുന്ദരമായിരിക്കണം, മാർദ്ധവമായ ഇലകളായിരിക്കണം അതിനുള്ളത്. ഇങ്ങനെ നോട്ടത്തിന് അത് വളരെ സുന്ദരമായിരിക്കുന്നതിന് പുറമെ, കാഴ്ചക്ക് സുന്ദരമായിരിക്കുന്നതിന് പുറമെ, കേൾവിക്ക് സുന്ദരമായിരിക്കുന്നതിന് പുറമെ, ഉപകാരമെടുക്കാൻ ഏറ്റവും നല്ലതായിരിക്കുന്നതിന് പുറമെ മനസ്സിന് കുളിർമ നൽകുന്നതായിരിക്കണം എന്നും ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ അധിക വ്യാഖ്യാനങ്ങളിൽ ഇതിന്റെ വ്യാഖ്യാന പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കാരണം തയ്യിബ് എന്നതിനെ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചാണ്. ഇതുപോലുള്ള ഒരു മരം ഒന്ന് ആലോചിച്ചു നോക്കൂ, കാണാൻ സുന്ദരമാണ്, അതിന്റെ ഫലങ്ങൾക്ക് രുചിയുണ്ട്, അത് ആഴത്തിൽ വേരോടിയതാണ്. ഇനി ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ രണ്ടാമത്തെ ഗുണമെടുത്ത് വിശദീകരിക്കുന്നു. വസിഫത്തു സാനിയ, രണ്ടാമത്തെ ഗുണം ഖൗലുഹു അസ്ലുഹാ സാബിത്ത്,
മുരടുറച്ചത് എന്നതാണ്. അസ്ലുഹ സാബിത്തുൻ, അതിന്റെ മുരട് വളരെ ഉറച്ചതാണ്. ഐ റാസിഖുൻ ബാഖിൻ ആമിനുൽ ഇൻഖിലാഇ വൽ ഇൻഖിതാഇ വസ്സവാലി വൽ ഫനാഇ. റാസിഖുൻ മണ്ണിൽ വേരൂന്നിയതാണ്, ബാഖിൻ അതെന്നും നിലനിൽക്കും, ആമിനുൽ ഇൻഖിലാഇ വൽ ഇൻഖിതാഇ വസ്സവാലി വൽ ഫനാഇ അതിനെ അവിടെ നിന്ന് പിഴുതെറിയാൻ സാധ്യമല്ല, അതിന് വേരോടെ പിഴുതെറിയാൻ കഴിയാത്ത വിധം ഉറച്ചു നിൽക്കുന്നതാണ്. വദാലിക ലിഅന്ന ശൈഅ തയ്യിബ ഇദാ കാന ഫീ മഅരിദിൽ ഇൻഖിറാലി വൽ ഇൻഖിലാഇ ഫഹുവ വഇൻ കാന യഹ്സുലുൽ ഫറഹു ബിസബബി വിജ്ദാനിഹി ഇല്ലാ അന്നഹു യഅ്ലുമുൽ ഹുസ്നു ബിസബബിൽ ഖൗഫി മിൻ സവാലിഹി വൻഖിലാഇഹി. സാധനം കാണാൻ നല്ല ഭംഗിയുള്ള സാധനമാണെങ്കിലും അത് വേരുറച്ചതല്ലെങ്കിൽ, പെട്ടെന്ന് പറഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണെങ്കിൽ, അന്നഹു യഅ്ലുമുൽ ഹുസ്നു ബിസബബിൽ ഖൗഫി മിൻ സവാലിഹി വൻഖിലാഇഹി അത് പറഞ്ഞു പോകുമല്ലോ എന്ന് കരുതി നമുക്ക് ദുഃഖമാണ് ഉണ്ടാവുക. അമ്മാ ഇദാ അലിമ മിൻ ഹാലിഹി അന്നഹു ബാഖിൻ ദായിമുൻ ലാ യസൂലു വലാ യൻഖലി. അതേസമയം ഇതൊരിക്കലും പറഞ്ഞു പോവുകയില്ല, നശിച്ചു പോവുകയില്ല, അവിടെ ഉറച്ചു നിൽക്കുന്നതാണ് എന്നറിയുന്ന പക്ഷം ഫഇന്നഹു യഅ്ലുമുൽ ഫറഹു ബിവിജ്ദാനിഹി അത് ഉണ്ടാകുന്നത് കാരണമായിട്ട് നമ്മുടെ സന്തോഷം ഇരട്ടിയാകും. വയക്മുലു സുറൂർ ബിസബബിൽ ഫൗസ് ബിഹി അത് കിട്ടിയാൽ കൊള്ളാം, എനിക്കത് നേടാൻ കഴിയുമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് മനുഷ്യന്റെ ആശ, മനുഷ്യന്റെ സന്തോഷം പെരുത്തുണ്ടാകും എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. മൂന്നാമത്തെ സിഫത്ത് ഇമാം റാസി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നു. വസിഫത്തു സാലിസത്തു ഖൗലുഹു വഫർഉഹാ ഫിസ്സമാ ആകാശത്താണ് അതിന്റെ ശാഖകൾ. വഫർഉഹാ ഫിസ്സമാ വഹാദൽ വസ്ഫു യദുല്ലു അലാ കമാലി ഹാലി തിൽക ഷജറതി മിൻ വജ്ഹൈനി. വഹാദൽ വസ്ഫു ഈ വിശേഷണം യദുല്ലു അലാ കമാലി ഹാലി തിൽക ഷജറതി ആ മരത്തിന്റെ പൂർണ്ണതയെ അടയാളപ്പെടുത്തുന്നത് മിൻ വജ്ഹൈനി രണ്ട് രീതിയിലാണ്. അൽ അവ്വലു അന്നഹു ഇർതിഫാ അൽ അഗ്സാനി വഖുവ്വതഹാ ഫി തസാഉദി യദുല്ലു അലാ സബാത്തിൽ അസ്ലി വറുസൂഖിൽ ഉറൂഖീൻ. ഇത് അമ്പരചുംബികളായി വളർന്നു നിൽക്കുന്ന വലിയ മരമാണ് എന്ന് പറഞ്ഞത് അറിയിക്കുന്നുണ്ട്. എന്തറിയിക്കുന്നുണ്ട്? അന്ന ഇർതിഫാ അൽ അഗ്സാനി വഖുവ്വതഹാ ഫി തസാഉദി യദുല്ലു അലാ സബാത്തിൽ അസ്ലി അതിന്റെ മുരട് ഉറച്ചതാണ് എന്ന്. വറുസൂഖിൽ ഉറൂഖി വേരുകളൊക്കെ ആഴത്തിൽ വേരോടി മണ്ണിലേക്ക് ചേർന്ന് ആഴത്തിൽ പോയിരിക്കുന്നു എന്നറിയിക്കുന്നുണ്ട്. വസാനി രണ്ടാമത്തേത് അന്നഹാ മതാ കാനത്ത് മുതസായിദതൻ മുർതഫിയതൻ കാനത്ത് ബഈദതൻ അൻ ഉഫൂനാത്തിൽ അർളി വഖാദൂറാത്തിൽ അബ്നിയതി ഫകാനത്ത് സമറാതുഹാ നഖിയതൻ താഹിറതൻ തയ്യിബതൻ അൻ ജമീഇ ശവാഇബി. ഭൂമിയിൽ നിന്ന് എത്രയോ ഉയരത്തിലാണ് അത് നിലകൊള്ളുന്നത് എന്നുകൊണ്ട് നല്ല അന്തരീക്ഷത്തിലാണ് അത് ഉള്ളത്. അന്നഹാ മതാ കാനത്ത് മുതസായിദതൻ മുർതഫിയതൻ അത്ര ഉയർന്നു നിൽക്കുമ്പോൾ കാനത്ത് ബഈദതൻ അൻ ഉഫൂനാത്തിൽ അർളി വഖാദൂറാത്തിൽ അബ്നിയതി ഈ താഴെയുള്ള ഭൂമിയോട് ചേർന്ന ഭാഗത്തുള്ള മലിനീകൃതമായ അന്തരീക്ഷത്തിൽ നിന്ന് അത് രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഫകാനത്ത് സമറാത്തുഹാ നഖിയതൻ താഹിറതൻ അപ്പോൾ അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പഴങ്ങളെല്ലാം വളരെ സുന്ദരവും നല്ല ശുദ്ധിയുള്ളതുമായിരിക്കും. ഇനി അതിന്റെ നാലാമത്തെ സിഫത്ത് ഇതാണ് ഞാൻ പറഞ്ഞ 4 എണ്ണം ഉണ്ട്. നാലാമത്തത് പറയുന്നു ഖൗലുഹു തുഅതി ഉകുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ അല്ലാഹുവിന്റെ സമ്മതത്താൽ അത് എല്ലാ സമയത്തും അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. വൽ മുറാദു അന്ന ഷജറത്തൽ മദ്കൂറത കാനത്ത് മൗസൂഫതൻ ബിഹാദിഹി സിഫതി വഹിയ അന്ന സമറതഹാ ലാ ബുദ്ദ അൻ തകൂന ഹാദിറതൻ ദായിമതൻ ഫീ കുല്ലിൽ ഔഖാതി. ഈ നേരത്തെ പറഞ്ഞതുപോലെ വേരുറച്ചു നിൽക്കുന്ന, അതുപോലെ ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന വളരെ വലിയ ഒരു മരമായതുകൊണ്ട് തന്നെ അതിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ലാ ബുദ്ദ അൻ തകൂന ഹാദിറതൻ ദായിമതൻ ഫീ കുല്ലിൽ ഔഖാതി ഈ ഋതുക്കളൊന്നും അപേക്ഷിക്കാതെ തന്നെ നമ്മുടെ സാധാരണ മരങ്ങളൊക്കെ ഓരോ കാലത്താണ് പുഷ്പിക്കാറുള്ളത്, ഓരോ കാലത്താണ് പഴം നൽകാറുള്ളത്. എങ്കിൽ ഈ മരത്തിന്റെ പഴം നൽകുന്നത് അത് എന്നെന്നും ഉണ്ടായിരിക്കും. ലാ ബുദ്ദ അൻ തകൂന ഹാദിറതൻ ദായിമതൻ ഫീ കുല്ലിൽ ഔഖാതി വലാ തകൂന മിസ്ല അൽ അഷ്ജാരി ലത്തി യകൂന സിമാറുഹാ ഹാദിറൻ ഫീ ബഅദിൽ ഔഖാതി ദൂന ബഅദിൻ. നമ്മൾ ഇന്ന് കാണുന്നത് പോലെ മറ്റു മരങ്ങളെ പോലെ അല്ലാതെ ഫഹാദാ
ശർഹു ഹാദിഹി ശജറത്തി ലത്തി ദക്കറല്ലാഹു തആല ഫീ ഹാദൽ കിതാബിൽ കരീം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഈ മരത്തിന്റെ വിശദീകരണം. വമിനൽ മഅലൂമി അറിയപ്പെട്ട കാര്യമാണ്, ബിൽ ദറൂറ സംശയലേശമന്യേ അറിയപ്പെട്ട കാര്യമാണ്, അന്ന റഗ്ബത ഫീ തഹ്സീലി മിസ്ലി ഹാദിഹി ശജറത്തി ഈ വിധമുള്ള ഒരു മരം കരസ്ഥമാക്കാനുള്ള ഒരു മനുഷ്യന്റെ അഭിവാജ്ഞ യജിബു അൻ തകൂന അളീമത്തൻ അത് വളരെ വലിയതായിരിക്കും. വഅന്നൽ ആഖില ഒരു ബുദ്ധിയുള്ള ആള് മതാ അംകനഹു തഹ്സീലുഹാ വതമല്ലുകുഹാ ഫഇന്നഹു ലാ യജൂസു ലഹു അൻ യതഗാഫല അൻഹാ വഅൻ യതസാഹല ഫിൽ ഫൗസി ബിഹാ. ഇത് കരസ്ഥമാക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അയാൾ മറ്റൊന്നിനും മെനക്കെടാതെ വേറൊരു വിഷയത്തിലേക്കും തിരിയാതെ ഇത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി അയാൾ പ്രതിജ്ഞാബദ്ധനായിരിക്കും എന്നുകൂടി ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ആ ചർച്ച അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചതിന്റെ ഒരു ഉദാഹരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ വചനത്തെ ഉപമിച്ചതിന്റെ ഉദാഹരണമാണ് ഏറ്റവും നല്ല മരം. ആ മരം മുരടുറച്ചു നിൽക്കുന്നു, അതിന്റെ ശാഖകൾ അമ്പരച്ചുംബികളാണ്, അത് എല്ലാ സമയത്തും അതിന്റെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ രീതിയിലുള്ള മരത്തോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപമിച്ചത്. ഇതാണ് നാം മനസ്സിലാക്കിയത്. ഇതിന്റെ ചന്തം നമ്മുടെ മനസ്സിൽ അതിന്റെ ആലങ്കാരികതയും അതിനോടുള്ള നമ്മുടെ ഭാവനാത്മകമായ സമീപനവും വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടി 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 വരും. എന്താണ് ഈ പറഞ്ഞതിന്റെ ആശയം? ഭൂമിയിലേക്ക് അടിയിലേക്ക് വേര് ആഴ്ത്തി നിൽക്കുന്ന ഒരു മരം. ഈ മരത്തെ കുറിച്ച് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഈത്തപ്പനയെ പറ്റി പറഞ്ഞതാണ്. ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, അതിനെ തന്നെ നിർണയിച്ചിട്ടുണ്ട്. ഈ മരം തന്നെ ഏതാണ്, ഈത്തപ്പനയാണ് എന്നൊക്കെ ചില മുഫസ്സിറുകൾ നിർണയിച്ചിട്ടുണ്ട്. മറ്റു ചിലർ അത് നിർണയിക്കാൻ പോയിട്ടില്ല. ഈ രൂപത്തിലുള്ള ഒരു മരം സാങ്കല്പികമായി നമ്മൾ മനസ്സിലുണ്ടാക്കിയാൽ ഇതിനോട് ഉപമിക്കാവുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാനവിയായ ഒരു ആശയത്തെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തെ മഹ്സൂസായ ദൃശ്യമായ മരത്തോട് ഉപമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഫലം, നേട്ടം എന്നൊക്കെ നമ്മൾ മുഖ്തസർ ഓതുമ്പോൾ പഠിക്കും, നഫായിസ് ഓതുമ്പോൾ പഠിക്കും, അതല്ലെങ്കിൽ അതുപോലുള്ള കിതാബുകൾ ഓതുന്ന സമയത്ത് പഠിക്കും. കാരണം നമുക്ക് മാനവീയായ കാര്യങ്ങൾ, ആശയപരമായ കാര്യങ്ങൾ ഒരു പക്ഷേ പറയുമ്പോൾ വിദൂരത അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് ദൃശ്യമായ അനുഭവവേദ്യമായ കാര്യങ്ങളോട് ചേർത്ത് വെച്ച് അതിനെ ഉപമിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ആശയം നമ്മുടെ മനസ്സിൽ കൂടുതൽ ആഴ്ന്നിറങ്ങാനും അതിനെ കൂടുതൽ മനസ്സിലാക്കാനും അത് സൗകര്യപ്പെടും എന്നാണ് പണ്ഡിതന്മാർ മാനവീയാത്തിനെ മഹ്സൂസാത്തിനെ കൊണ്ട്, അതായത് ഭാവനാത്മകമായ ആശയപരമായ കാര്യങ്ങളെ ദൃശ്യപരമായ കാര്യങ്ങൾ കൊണ്ട് ഉപമിക്കുന്നതിന്റെ ഒരു നേട്ടം പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് നഖ്ലത്തിനെ കുറിച്ച് തന്നെ, ഈത്തപ്പനെ കുറിച്ച് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞ വേറെ ഹദീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നബി തങ്ങൾ ചോദിച്ചു, എല്ലാ ഭാഗങ്ങളും ഉപകരിക്കുന്ന ഒരു മരത്തെ കുറിച്ച് നിങ്ങൾ എന്നോട് പറയുമോ? അങ്ങനെ സഹാബത്ത് അതിനെ കുറിച്ച് ആലോചിച്ചിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞു. പിന്നെ നബി തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു, ഹിയൻ നഖ്ല, അത് ഈത്തപ്പനയാണ്. ഈത്തപ്പന വിശ്വാസിയുടെ, വകദാലിക്കൽ മുഅ്മിൻ, ഇതുപ്രകാരമാണ് മുഅ്മിൻ, ആ ഈത്തപ്പനയെ പോലെയാണ്. ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. മുഅ്മിൻ എന്നാണ് പറഞ്ഞത്, വിശ്വാസി, അതും വിശ്വാസത്തിന്റെ ഉപമയാണ്, വിശ്വാസിയുടെ ഉപമയാണ്. ഈത്തപ്പനെ പോലെയാണ്. ഈത്തപ്പനയുടെ എല്ലാ ഭാഗങ്ങളും ഉപകാരം കിട്ടുന്ന സാധനമാണ്. അതിന്റെ ഒക്കെ ഉപരി ഈത്തപ്പനെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ സാധാരണ മരങ്ങളൊക്കെ എവിടെയാണ് ഉണ്ടാകാറുള്ളത് നോക്കുങ്ങൾ? നല്ല ഉറച്ച മണ്ണിലാണ് ഉണ്ടാകാറുള്ളത്. ഒരു 5-6 മീറ്റർ താഴേക്ക് വേര് പോയാൽ തന്നെ ഏതാണ്ട് നനഞ്ഞ മണ്ണ് കിട്ടുന്ന, നല്ല ഉറച്ചു നിൽക്കാൻ പറ്റുന്ന സ്ഥലത്താണ് മരങ്ങൾ സാധാരണ ഉണ്ടാകാറ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മരങ്ങൾ ഉള്ളത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ആഴത്തിൽ വേര് കൊണ്ടുപോകാൻ കഴിയും, അതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള മണ്ണിലാണ് സാധാരണ നിൽക്കാറുള്ളത്. എന്നാൽ ഈത്തപ്പന നിൽക്കുന്നത് എവിടെയാണ് നോക്കും? അത് മണലിലാണ് നിൽക്കുന്നത്. മണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് വാരി അങ്ങനെ പോരും, ഉറച്ചു നിൽക്കുന്ന ഒരു സാധനമൊന്നുമല്ല.
ഒരു മരത്തിന് വളരാൻ പറ്റുന്ന അനുകൂല സാഹചര്യങ്ങളൊന്നും ഈത്തപ്പനയുടെ മുരട് നിൽക്കുന്ന സ്ഥലത്ത് ഇല്ല. പിന്നെ വേണ്ടത് അതിന് വെള്ളം കിട്ടുകയാണ്. മരുഭൂമിയിൽ എവിടെ നിന്നാ വെള്ളം കിട്ടാന്? അതുപോലെ നമ്മുടെ നാട്ടിലെ മരങ്ങളൊക്കെ വളരുന്നത് ഏറ്റവും ചുരുങ്ങിയ മിതശീതോഷ്ണ കാലാവസ്ഥയിലാണ്. പാകത്തിന് ചൂടും പാകത്തിന് തണുപ്പും കിട്ടുന്ന സ്ഥലത്താണ് ഈ പറയുന്ന മരങ്ങളൊക്കെ വളരുന്നത്. എന്നാൽ ഈത്തപ്പന വളരുന്നത് എവിടെയാണ്? മുകളിൽ നോക്കിയാൽ, താഴെ നോക്കിയാലും മുകളിൽ നോക്കിയാലും ഒരു അനുകൂല സാഹചര്യം ഈത്തപ്പനക്കില്ല. മുകളിൽ നോക്കിയാൽ ശക്തമായ ചൂട്, സൂര്യന്റെ ചൂടേറ്റുകൊണ്ടാണ് ഈത്തപ്പന വളരുന്നത്. അങ്ങനെ ഈത്തപ്പനയുടെ വളർച്ചയുടെ മുകളും താഴെയും സാഹചര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അത് അനുകൂലമല്ല, പ്രതികൂലമാണ്. പക്ഷെ ആ പ്രതികൂലമായ സാഹചര്യമാണ് ഈത്തപ്പനയാക്കുന്നത്. നമ്മുടെ നാട്ടിലെ മരങ്ങൾക്ക് 5-6 മീറ്റർ താഴ്ചയിലേക്ക് വേരാഴ്ത്തിയാൽ തന്നെ വെള്ളം കിട്ടുമെങ്കിൽ, അതിനു വേണ്ട വളവും മറ്റും കിട്ടുമെങ്കിൽ അത് ആ 6 മീറ്റർ വരെ പോവുള്ളൂ. അതേ സമയത്ത് മണലിൽ, എവിടെയാണ് വെള്ളമെന്നറിയാത്ത ആ മണലിൽ ഈത്തപ്പനയുടെ വേര് കുറെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്, പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മുരട് നല്ല പോലെ ഉറച്ചതായിരിക്കും. അത്ര മുരട് ഉറച്ച ഈത്തപ്പനക്ക് കാറ്റുകളെ നേരിടാനുള്ള ശക്തി ഉണ്ടാകും. അതൊരിക്കലും പെട്ടെന്ന് പൊട്ടി വീഴുകയോ മറിഞ്ഞു വീഴുകയോ ചെയ്യുകയില്ല. കാരണം എന്താണ്? ഉറഞ്ഞ് നിൽക്കുകയാണ് ഭൂമിയിൽ. മുരടുറച്ച നിലക്കാണ് നിൽക്കുന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞത്. ഈ ഹദീസ് പറഞ്ഞു കൊടുത്ത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും ഉപ്പ ഉമർ റളിയല്ലാഹു അൻഹും തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന നേരത്ത് മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അബ്ദുല്ല എന്നവർ പറഞ്ഞു ഉപ്പായോട്, ഉപ്പ, എനിക്ക് നബിതങ്ങൾ ചോദിച്ച സമയത്ത് അത് ഈത്തപ്പനയാണ് എന്ന് അറിയാമായിരുന്നു, പക്ഷെ ഞാൻ പറയാതിരുന്നതാണ്. ഒരു മരത്തിന്റെ പേര് പറയാ, എല്ലാ ഭാഗവും ഉപകരിക്കുന്ന ഒരു മരത്തിന്റെ പേര് പറയണം നബി പറഞ്ഞപ്പോ ആരും ഒന്നും മിണ്ടിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ അപ്പൊ തന്നെ വന്നിരുന്നു ഇത് ഈത്തപ്പനയാണ് എന്ന്. പക്ഷെ ഞാൻ പറയാതിരുന്നതാണെന്ന് ഉപ്പയോട് മകൻ അബ്ദുള്ള ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് മുത്തഅല്ലിമീങ്ങളോട്. ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, നിനക്കെന്തേ പറഞ്ഞൂടായിരുന്നോ? അപ്പോ അബ്ദുള്ള എന്നവർ പറയുന്നുണ്ട്, വലിയ സഹാബത്തിലെ വലിയ വലിയ ആളുകളൊക്കെ അവിടെ ഉള്ള നേരത്ത് ഞാനത് കുട്ടിയല്ലേ, ഞാൻ അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അദബുകേടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്നതാണ് എന്നുള്ള നിലയ്ക്ക് ഉമർ റളിയല്ലാഹുവിന്റെ മകൻ തന്റെ മകൻ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോ നീ പറയുകയാണ് വേണ്ടത്, പറയുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്. എന്താണ് ആ പറഞ്ഞതിന്റെ കാര്യം? വലിയ അക്കാബിറായ ആളുകൾ, വലിയ ആളുകൾ, അവരുള്ള സദസ്സിൽ കുട്ടികൾക്കൊന്നും പറഞ്ഞൂടാ എന്നൊന്നുമില്ല. നല്ല മനപ്പൊരുത്തത്തോടു കൂടി, നല്ല മനസ്സോടുകൂടി വിഷയങ്ങൾ പറഞ്ഞാൽ ആ വലിയ സഹാബത്ത് ചെയ്യുന്നത് എന്തായിരിക്കും? ഇവനാരാ ഞങ്ങളിടയിൽ ഇത് വിളിച്ചു പറയാൻ എന്നല്ലല്ലോ അവര് ചിന്തിക്കുക. വലിയ ആളുകൾ അങ്ങനെയല്ല ചിന്തിക്കുക. ആ മോൻ അത് പറഞ്ഞല്ലോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞവർ അള്ളാഹുവിനോട് ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആ മഹാന്മാരായ ആളുകളുടെ ദുആ കിട്ടുമായിരുന്നല്ലോ എന്ന് കരുതി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു മകനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പറഞ്ഞൂടായിരുന്നോ? അപ്പൊ പ്രായം കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് കിട്ടുന്ന അറിവ് പറയാതിരിക്കാൻ പാടില്ല. ഈ തത്വമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉലമാ പിൽക്കാലത്ത് ശർഹുകൾ എഴുതിയ സമയത്തും അതുപോലെ ഹാഷ്യകളൊക്കെ എഴുതിയ സമയത്ത് നിങ്ങൾ വായിച്ചാൽ കാണാം, വൽ ഹഖു മാ അഖൂലു അൻ ഖുൽതു വതഹ്ഖീഖു മാ ഖുൽതു എന്നൊക്കെ പറഞ്ഞുള്ള സീറയിലൂടെ താൻ കണ്ട സത്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നത് കാണാൻ പറ്റും. അത് ഇത്തരം ആശയങ്ങളുടെ പിൻബലത്തോടു കൂടിയാണ് എന്ന് ഞാൻ ഈ സമയത്ത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് തിരിച്ചു വരും. അപ്പോ നല്ല മുരടുറച്ച ആകാശത്തേക്ക് വളർന്നു നിൽക്കുന്ന മരം, ഇതിനെ റാസി ഇമാം വിശദീകരിച്ചത് നാം ഇവിടെ വായിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ വചനം ആ രീതിയിൽ തന്നെയാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? ആകാശത്തേക്ക് വളർന്നു പന്തലിച്ചു നിൽക്കുന്ന, ശാഖകൾ ഉയർന്നു നിൽക്കുന്ന ഒരു മരം.
ഭൂമിയുടെ അടിയിലേക്ക് വേരുകൾ ആഴ്ത്തി നിൽക്കുന്ന ഒരു മരം. ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു മരം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആകാശമോ ഭൂമിയോ ആ മരത്തെ ഒട്ടും തന്നെ തടഞ്ഞു വെക്കുന്നില്ല എന്നാണ്. ഭൂമി ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് അതിന്റെ വേരുകളെ. ആകാശം ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് അതിന്റെ ശാഖകളെ. ഭൂമിയിലോ ആകാശത്തോ അതിനെ തടസ്സപ്പെടുത്താൻ ഒന്നുമില്ല. ഇതുപോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള വചനമെങ്കിൽ അതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ പ്രമേയത്തെ, ആ ആശയത്തെ തടയുന്ന, അതിന് വിരുദ്ധമായി നിലനിൽക്കുന്ന ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം. ഈ പ്രപഞ്ചം ഒട്ടക്ക്, ആകാശമാകട്ടെ ഭൂമിയാകട്ടെ, ഈ പ്രപഞ്ചം ആകാശം ഭൂമി എന്ന് ഖുർആനിൽ പറഞ്ഞാൽ ആകാശവും ഭൂമിയും എന്ന് നമ്മൾ ലളിതമായി സംസാരിക്കും. അർള്, സമാ, വമാ ബൈനഹുമ ഇങ്ങനെയാണ് പറയാറുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അത് പ്രപഞ്ചം എന്നാണ് അതിന്റെ താല്പര്യം. അർള് എന്ന് പറഞ്ഞാൽ അർള് എന്ന് പേര് വെക്കാൻ എത്രയാണോ വേണ്ടത് അത്ര. അതിന് ഈ ചെടികളൊന്നും ഉണ്ടാകണമെന്നില്ല. ഇപ്പോ ഈ ഭൂമിന്റെ മുകളില് ഞാനിത് പ്രത്യേകം പറഞ്ഞ മാബൈനഹും പറഞ്ഞാൽ എന്താന്നുള്ളത് സംശയം ഉണ്ടാവും. ആകാശവും ഭൂമിയും പിന്നെ മാബൈനഹും അതിന്റെ ഇടയുള്ള ഇപ്പൊ എന്താ? അപ്പൊ അർള് എന്ന് പറഞ്ഞാൽ അർള് എന്ന പേര് നമുക്ക് സാധ്യക്കാകാൻ വേണ്ട എത്രയാണോ അത്ര, അതാണ് അർള്. സമാ എന്ന് പറഞ്ഞിട്ടെങ്കിൽ നമുക്ക് മേലെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങൾ, നമാ സമാ ഫൗഖക, അതാണ് സമാ. എല്ലാ ആകാശഗോളങ്ങളും അതിൽപ്പെട്ടു. നമ്മുടെ തലക്ക് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് മാ സമാ ഫൗഖക ഫഹുവ സമാഉൻ, അതാണ് സമാ. മാ ബൈനഹുമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രണ്ടിനും പേര് വെക്ക ഒരു കതിറുണ്ട്. ആ പേര് പറയാൻ പറ്റിയ രൂപത്തിൽ അതിന്റെ ഇടയ്ക്കുള്ള അതിൽ വരാത്ത എല്ലാ സംഗതികളും മാ ബൈനഹുമയാണ്. അപ്പോ ഈ കാണുന്ന സസ്യലതാദികളൊക്കെ മാബൈനഹുമയിൽ പെടും, അന്തരീക്ഷവും പെടും. അത് നമുക്ക് അതിന്റെ ഈ രണ്ട് കാര്യങ്ങൾക്ക് ഇടയിൽ വരുന്നതെന്തോ അതിൽ പെടാത്തതെന്തോ അതെല്ലാം മാബൈനഹുമയാണ്. ഞാൻ ചുരുക്കി പറഞ്ഞതിന്റെ താല്പര്യം പ്രപഞ്ചം എന്നാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആകാശമാകട്ടെ ഭൂമിയാകട്ടെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വിശുദ്ധ വചനത്തെ അംഗീകരിക്കാത്ത ഒരു ചെറിയ ലെവലേശം, ഒരു സൂക്ഷ്മ വസ്തു പോലും ഇല്ല. സൂക്ഷ്മത്തിലും സ്ഥൂലത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രസക്തമാണ്. ഇതാണ് ഖുർആൻ പറഞ്ഞതിന്റെ താല്പര്യം. സ്ഥൂലത്തിലും നമ്മൾ കാണുന്ന ഈ ലോകത്തും സൂക്ഷ്മത്തിലും ആകാശഗോളങ്ങളിലും ചെറിയ സൂക്ഷ്മ ലോകത്തുമെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയെ തടഞ്ഞു നിർത്തുന്ന ഒന്നില്ല, മറിച്ച് അതിനെ അംഗീകരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ലോകവീക്ഷണാണ്. ഇത് വളരെ വളരെ പ്രസക്തമാണ്. നമ്മൾ ഉള്ളിലേക്ക് ചിന്തിച്ചാൽ ഒരുപാട് ആശയങ്ങൾ ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി. ആകാശഭുവനങ്ങളിലുള്ള മുഴുവൻ വസ്തുക്കളും, അത് ജീവനുള്ളവയും ജീവനില്ലാത്തവയും എല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്, അള്ളാഹുവിനെ വാഴ്ത്തി പറയുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കൊരു പക്ഷെ അതിനെപ്പറ്റി അത്ര വലിയ ആലോചന ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ആയത്ത് ഓതുന്ന സമയത്ത് അള്ളാഹുവിനെ ഈ കാണുന്ന മുഴുവൻ വസ്തുക്കളും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് വേണ്ടി പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്താണ്, ഒരു പ്രപഞ്ചത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു കളി നടക്കുന്ന ഗ്രൗണ്ട്, ഗാലറിയിൽ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും തങ്ങളുടെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് ആർത്തിരമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഫുട്ബോളാണ് നടക്കുന്നതെന്ന് വിചാരിക്കുക. ഗോളടിക്കുന്ന സമയത്ത് ആർത്തിരമ്പിക്കൊണ്ട് ആ ഗോളടിച്ചവനെയും ആ ടീമിനെയും ആ ടീമിന്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, തൽക്കാലം പേപ്പറിന്റെ ഭാഷ പറഞ്ഞു എന്ന് മാത്രം. ആ ടീമിന്റെ ഫാൻസ്
ആർത്തിരമ്പി അത് ആഘോഷിക്കുമ്പോ ഒരാള് മാത്രം അതിനെപ്പറ്റി അറിയാതെ എങ്ങനെ അന്തം വിട്ടിരിക്കുന്ന ആ ഗാലറിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഒരുത്തൻ മാത്രം അന്തം വിട്ടിരിക്കുന്ന അതിന് തുല്യമാണ് ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി, പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു, അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കോമു മാത്രം അല്ലാഹ് എന്താന്ന് അറിയില്ല, അല്ലാഹ് എന്താന്ന് അറിയില്ല, അല്ലാഹ്ക്ക് തസ്ബീഹ് ചെല്ലുന്നില്ല, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ മാത്രം. ഓരോ കഥ എന്താ? ആ കളി ഗ്രൗണ്ടിലുള്ള ആ മിണ്ടാണ്ടിരുന്ന ചിരിക്കാതിരുന്ന അതെന്താന്ന് അറിയാതിരുന്ന വ്യക്തി എത്ര മഠേനാണോ, എത്ര പൊട്ടനാണോ, എത്ര അറിവില്ലാത്ത വ്യക്തിയാണോ അതിനേക്കാൾ ഏറെ അറിവില്ലാത്ത ആളുകളാണ് ഈ പറയുന്നത്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ലോകവീക്ഷണത്തിന്റെ ഒരു പൊരുൾ എന്ന് പറയുന്നത്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ആകാശഭൂമികളിലുള്ള മുഴുവനും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു. അപ്പൊ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ അംഗീകരിക്കാത്ത ഒരു പ്രപഞ്ചം ഇവിടെയില്ല. പ്രപഞ്ചത്തിന്റെ മുകളിലും താഴെയും പ്രപഞ്ചത്തിന്റെ ആ സകലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആശയത്തെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം തീർന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ലോക ചരിത്രത്തിൽ പ്രവർത്തിച്ചത് അതുപോലെയാണ്. തൂതി ഉകുലഹാ കുല്ല ഹീനിൻ, അത് എല്ലാ സമയത്തും അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് അല്ലാഹു പറയുന്നു. അല്ലാഹുവിന്റെ സമ്മതത്താൽ ഉദവിയാൽ, അല്ലാഹുവിന്റെ സമ്മതത്താൽ എല്ലാ സമയത്തും ഫലം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആധുനിക മനുഷ്യന്റെ തുടക്കം മുതൽ ഇന്ന് ഈ കാലഘട്ടം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ ആശയം അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ, പല രുചികളിൽ, പല ഭാവങ്ങളിൽ, പല രൂപങ്ങളിൽ അത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അതിന്റെ ഫലം നൽകിയിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അതിന്റെ ഫലം നൽകിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നൽകിയിട്ടുണ്ട്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നൽകിയിട്ടുണ്ട്. സർവോപരി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ അതിന്റെ ഫലം നൽകുകയുണ്ടായി. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അധ്യാത്മപരമായ ആശയങ്ങളിലൂടെ എപ്പോഴും സന്ദർശിക്കുന്നതാ, എപ്പോഴും സഞ്ചരിക്കുന്നവരാണ്. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു സാമൂഹ്യ ജീവിതമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തുറന്നു വെക്കുന്ന ഒരു രാഷ്ട്രീയ ജീവിതമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തുറന്നു വെക്കുന്ന ഒരു സാംസ്കാരിക ജീവിതമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ നിലക്കുമുള്ള ഫലം നൽകുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രമേയം ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം വന്നത്. അതേ മൂസാ നബി അലൈഹി ഇസ്ലാം തന്നെ ഫറോവയുടെ മുമ്പിലേക്ക് കയറി ചെന്ന് പറയുന്നു, അർസിൽ മഈ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ എന്റെ കൂടെ പറഞ്ഞേക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരേ സമയം അധ്യാത്മമാണ്, അതേ സമയം സാമൂഹ്യപരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയത്തിന്റെ മറ്റൊരു വശം അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പ്രഖ്യാപിക്കുമ്പോൾ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെല്ലാം ഒരേപോലെയാണ്. അവർക്കിടയിൽ ഒരാൾ യജമാനനോ ഒരാൾ ഉടമയോ മറ്റൊരാൾ അടിമയോ ആകുന്ന നിർണായകമായ തീരുമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നില്ല. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അവന്റെ മുമ്പിൽ മാത്രമേ ആരാധന നിർവഹിക്കാവൂ എന്ന തത്വത്തിന്റെ മറുപുറം ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച ഒരു സമൂഹത്തിൽ നിർണായകമായ തോതിൽ ഒരാൾ ഉടമയല്ല, ഒരാൾ സയ്യിദല്ല, ഒരാൾ അടിമയുമല്ല, അവരെല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് ഫറോവയ്ക്ക് ഈ ബനു ഇസ്രായേൽ സന്തതികളെ അടിമകളായി ഭരിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിക്കുന്നതിന്റെ അതേ ഒപ്പം തന്നെ അർസിൽ മഈ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ ദൗത്യത്തിന്റെ, സാമൂഹ്യ വിമോചന ദൗത്യത്തിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന് കഴിഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ഫലം നൽകുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ആധ്യാത്മികമായ ഫലം നൽകി. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതേ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ആധുനിക മനുഷ്യനായി പരിവർത്തനപ്പെട്ടു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഞാൻ ചില വചനങ്ങളെ കൊണ്ട് പരീക്ഷിച്ചു. ഇബ്രാഹിം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് പൂർണ്ണമായും അനുസരിച്ചു.
അതിലൊന്നും വിട്ടുവീഴ്ച വരുത്താതെ നിർവഹിച്ചു എന്ന് ഖുർആൻ പറയുന്നു. അതെന്തൊക്കെയാണ് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. നമ്മൾ സാധാരണ ഇന്ന് ആധുനിക മനുഷ്യനാകാൻ വേണ്ടി ചെയ്യുന്ന ചില വ്യക്തിപരമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പൂർണ്ണമായി ആ രീതിയിൽ അത് നിർവഹിക്കേണ്ടായി. ആധുനിക മനുഷ്യന്റെ രണ്ടാമത്തെ പിറവി, ആധുനിക മനുഷ്യന്റെ പിതാവ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാം ആണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ കുലപതിയായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നു. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർവഹിച്ച ദൗത്യമാണ്. നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കടന്നു. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, തീക്കാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ ശരീരം നൽകിയത്. അതിഥികൾക്ക് അവിടുത്തെ സമ്പത്ത് അവിടുന്ന് നൽകി. സ്വന്തം സന്തതിയെ ബലിക്ക് വിട്ടു നൽകുകയുണ്ടായി. സമർപ്പണത്തിന്റെ മാതൃകയായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മാറിയപ്പോൾ അവിടുന്ന് ഖുല്ലത്ത് എന്ന പദവിയിലേക്ക് വികസിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം നൽകിയ ഫലമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നൽകി, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നൽകി. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലമെത്തിയപ്പോൾ അവിടെ സമ്പൂർണമായ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവർത്തിച്ചു. ഒരേ സമയം അത് അധ്യാത്മമാണ്, അതേ സമയം അത് സാമൂഹ്യമാണ്, അതേ സമയം അത് സാംസ്കാരികമാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ആശയത്തിന്റെ പിൻബലത്തിലാണ് പറയുന്നത്, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ കാര്യത്തിൽ ആരെങ്കിലും പുതുതാക്കി ഉണ്ടാക്കിയാൽ സിഫത്താണ്. എന്തിന്റെ? അംറ് എന്നുള്ളത് മാനവീയായ ആശയപരമായ ഒരു കാര്യമാണ്. ആശയപരമായ ഒരു കാര്യത്തിന് സിഫത്ത് നൽകിയത് ഈ എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഹാദ എന്നുള്ള ലഫ്ദ് കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം, അടിവരയിട്ട് മനസ്സിലാക്കണം. അപ്പോ നമുക്കറിയാം അംറ് എന്ന് നബി തങ്ങൾ കൊണ്ടുവന്ന ഈ ദീന് ഈ ലോകത്ത് കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് തൊടാനും പറ്റുന്ന രൂപത്തിൽ അതൊരു നാഗരികതയായി, ഒരു സിവിലൈസേഷനായി അത് മാറിക്കഴിഞ്ഞിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലമെത്തിയപ്പോൾ അതൊരു സംസ്കാരം, ഒരു കൾച്ചറായി മാറി. പോരാ, അവിടുന്ന് വികസിതമായി അവസാനം അതൊരു സിവിലൈസേഷനായി മാറി, അതൊരു നാഗരികതയ്ക്ക് ജന്മം നൽകി. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സാധിച്ചെടുത്ത വിപ്ലവമാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു അടിമയായ ആട്ടിടയനോട് ചോദിക്കുന്നുണ്ട്, ഒരാടിന്റെ പാല് കറന്നു തരുമോ എന്ന്. അപ്പോൾ ആ ആട്ടിടയൻ അതിന് വിസമ്മതിക്കുന്നു. വീണ്ടും ചോദിച്ചു, ആ ആട്ടിടയനോട് ചോദിക്കുന്നു, അതൊന്ന് കറന്നു തന്നാൽ ആരാണ് അറിയുക? ആ ആട്ടിടയൻ ആരോരുമില്ലാതെ കാണാത്ത ആ സ്ഥലത്ത് നിന്ന് പറഞ്ഞത്, ആരും കാണുന്നില്ലെങ്കിലും യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. വലിയൊരു സാംസ്കാരിക ചിത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തുറന്നു വെച്ചത്. ഇങ്ങനെ നമ്മളങ്ങ് ആലോചിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഉറച്ച മരം പോലെയാണ്. ശാഖകൾ മേലോട്ട് ഉയർന്നു പൊങ്ങി ആകാശത്തിൽ അമ്പരച്ചുംബികളായി നിലനിൽക്കുന്ന മരം, താഴോട്ട് വേരുകളായി ഉറച്ചു മുരടുറച്ചു നിൽക്കുന്ന മരം. തൂതി ഉകലഹ കുല്ലഹീൻ, എല്ലാ സമയത്തും അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഇന്ന് ഈ അവസരം വരെ, ലോകാവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അധ്യാത്മ തലത്തിലും ഭൗതിക തലത്തിലും സാമൂഹ്യ തലത്തിലും രാഷ്ട്രീയ തലത്തിലും സാംസ്കാരിക തലത്തിലും അതിന്റെ ഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കേരളക്കാരാ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാമൂഹ്യ ചിത്രം നമ്മുടെ നാട്ടിൽ വളരെ ശക്തമാണ്. കുറച്ച് ആളുകൾ ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാമിന്റെ കാലത്ത്, ഇവിടെ മുഅ്മിനീങ്ങളായ നമ്മുടെ സഹാബത്തോ അല്ലെങ്കിൽ നബിയുടെ കാലത്തോ ചരിത്രപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്തായിരുന്നാലും ആദ്യകാലത്ത് തന്നെ കുറച്ചു വിശ്വാസികളായ ആളുകൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ
കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. ഇന്ന് നമ്മൾ കാണുന്നില്ല, പക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ചിരുന്നു. എത്ര ആളുകളാണ് കൂട്ടം കൂട്ടമായി ദീനിലേക്ക് കടന്നു വന്നത്? എന്തുകൊണ്ടാണത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകിയ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധി ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തുറന്നു വെച്ച സാമൂഹ്യ ജീവിതത്തിന്റെ നന്മയാണ് മനുഷ്യരെ ആകർഷിച്ചത്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന നടമാടിയിരുന്ന ഒരു കാലത്ത് മുസ്ലിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആരും ആരെയും താഴെയല്ല, ആരും ആരെയും മുകളിലല്ല, സർവോപരി എല്ലാവരും സഹോദരങ്ങളായി ഒരൊറ്റ പള്ളിയിൽ ഒരൊറ്റ സ്ഥലത്ത് ആരാധനയ്ക്ക് വേണ്ടി അണിനിരക്കുന്ന ആ വിശുദ്ധരായ മനുഷ്യരെ കണ്ടപ്പോൾ ഇവിടെയുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനുഭവിച്ചിരുന്ന ഒരു ജനസമൂഹം അതിലേക്ക് ആകർഷിക്കുകയുണ്ടായി. ആ ജനവിഭാഗത്തിന്റെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സാമൂഹ്യ ദുരിതത്തിന്റെയും ഉച്ചനീചത്വത്തിന്റെയും ഈ കയ്പുനീര് ഞങ്ങൾക്ക് കുടിക്കേണ്ടി വരില്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാവുകയുണ്ടായി. അസവർണവർക്ക് നല്ലത് ഇസ്ലാം എന്ന പേരിൽ ഒരു കൃതിയുണ്ട്. ഞാൻ എഴുതിയ ആളുടെ പേര് മറന്നുപോയി, നിങ്ങളൊക്കെ വായിക്കണം. എത്രത്തോളമാണ് താഴെ ജാതിക്കാർക്ക് ഇസ്ലാം നൽകിയ സാമൂഹ്യ സമത്വ സുന്ദരമായ സാമൂഹ്യപരമായ ജീവിതമെന്ന് നമുക്കത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ നാട്ടിൽ നൽകിയ ദൗത്യം നമ്മൾ അനുഭവിച്ചതാ. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളവരുടെ മക്ബറയിലേക്ക് ഇപ്പോഴും വെറും നമ്മൾ മുഅ്മിനീങ്ങൾ മാത്രമല്ലല്ലോ പോകുന്നത്, അവിടെ സന്ദർശിക്കാനും അവിടെ പോയി വിഷമം പറയാനും പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു വാതിൽ തന്നെ അവിടെ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തുറന്നു വെച്ച ആ സാമൂഹ്യ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഈ സമൂഹത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയപ്പോൾ അവിടെ എല്ലാ ജനങ്ങളും അതിന്റെ ഫലം അനുഭവിച്ചു. അതിന്റെ ഫലമായിട്ടാണ്, അതിന്റെ അനന്തര ഫലമായിട്ടാണ് ഇന്നും ഈ കാണുന്ന സയ്യിദ് അവർകളുടെ മക്ബറയിലേക്ക് താവഴിയായി ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പരമ്പരയായി ജനങ്ങൾ ആ ബോധം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുകയാണ്. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു വിശുദ്ധമായ ആശയമാണ്, അത് പ്രപഞ്ചത്തിന്റെ ആശയമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇനി ഞാൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടി, നമ്മുടെ വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന്റെ ലാവണ്യത്തിൽ നിന്ന് ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ദീനിനെ പറ്റി പറഞ്ഞ ഹദീസ്, എല്ലാ ഹദീസിന്റെ കിതാബുകളിലും ഈ ഹദീസ് കാണാൻ പറ്റും. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഇത് തല അലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബി ശദീദു സവാദി ശഅരി ലാ യുറാ അലൈഹി അസറു സഫർ വലാ യഅരിഫുഹു മിന്നാ അഹദുൻ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തായപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ആഗതമായി. അദ്ദേഹത്തിന്റെ ഡ്രസ്സ് വളരെ വെളുത്ത വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചത്. അദ്ദേഹത്തിന്റെ മുടി നല്ല കറുത്ത മുടിയാണ്. യാത്രയുടെ ഒരടയാളവും കാണാനില്ല. ഇടയ്ക്ക് ഞാൻ ഈ സദസ്സിനോട് ബോധ്യപ്പെടുത്തുകയാണ്, നമ്മളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. പഠനത്തിന്റെ ഒരു രീതിശാസ്ത്രം എങ്ങനെയായിരിക്കണം എന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുമ്പോൾ ഉണ്ടായിരുന്ന രൂപം എങ്ങനെയാണെന്നാണ് ഹദീസിൽ വിശദീകരിച്ചത്. ഇവിടെ പറഞ്ഞത് ശദീദു ബയാദ് സിയാബി എന്നാണ്. സൗബിന്റെ ജമ്മാണ് സിയാബ്. അഖല്ലുൽ ജമ്മ് ഏറ്റവും കുറഞ്ഞ സലാസത്ത, കൂടിയ കുറയാണ്. ഏറ്റവും ചുരുക്കിയത് ഒരു 3 വസ്ത്രമെങ്കിലും ഇട്ടിട്ടുണ്ടാവും വരുമ്പോ. അപ്പോ ഓതാൻ വേണ്ടി പോണ സമയത്ത് 1 or 2 വസ്ത്രമിട്ട് ലോക്കലായിട്ടല്ല ഓതാൻ വേണ്ടി പോകേണ്ടത്. ഓതാൻ വേണ്ടി പോകുന്ന സമയത്ത് നല്ല ഡ്രസ്സ് ഇട്ട് നല്ല വെള്ള വസ്ത്രം ധരിച്ച്, വെള്ള വസ്ത്രങ്ങൾ എന്ന് പറയാൻ മാത്രമുള്ള വസ്ത്രങ്ങൾ തന്നെ ഉണ്ടായിരിക്കണം. പഴയ കാലത്തൊക്കെ നമ്മൾ കാണാൻ ഒരു ബനിയനും, ചിലപ്പോ ഞാൻ തന്നെ പഴയ എൻ്റെ ദർസിൽ ഞാൻ
മുമ്പ് ഞാൻ പഠിപ്പിച്ചപ്പോൾ കുട്ടികളൊക്കെ വരുന്ന ഒരു കോലം ഞാൻ കണ്ടിട്ടുണ്ട്, തോർത്തുമുണ്ടൊക്കെ തലയിട്ടിട്ട്. ഇപ്പൊ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ഇല്ല, മിക്കവാറും ഉണ്ടാവൂല. കുറച്ചു മുമ്പൊക്കെ തോർത്തുമുണ്ട് തലയെ കെട്ടി ഓതാൻ വേണ്ടി ഇരിക്കുന്നത്. ഓതാൻ വരുന്ന സമയത്ത് ഈ ഹദീസിൽ പറഞ്ഞതുപോലെ നല്ല വെള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ടായിരിക്കണം. ശദീദു സവാദിർ, അത് തല നല്ല പോലെ കറുത്തിരുണ്ട്, യാത്രയുടെ അടയാളങ്ങളൊന്നും കാണാത്ത രീതിയിൽ സദസ്സിലേക്ക് കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ചുരുക്കുകയാണ്, യാ മുഹമ്മദു അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരിക, എനിക്ക് പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത ഷഹദൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാ വ തുതിയസ് സക്കാ വ തസൂമ റമളാൻ വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, സദഖ്ത. ഞാൻ ഈ ഹദീസ് മാത്രം വിശദീകരിച്ച് നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിക്കുന്നു, എന്താണ് ഇസ്ലാം? അപ്പോൾ നബി തങ്ങൾ പറയുന്നു, ആദ്യം പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുക, എന്ന് സാക്ഷ്യം നിൽക്കുക, നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, റമളാനിൽ നോമ്പ് നോൽക്കുക, ഹജ്ജ് ചെയ്യുക. എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന്, മനസ്സിന്റെ മാറ്റമാണ് ഇസ്ലാം. രണ്ട്, ധനത്തിന്റെ മാറ്റമാണ് ഇസ്ലാം. മൂന്ന്, സംസ്കാരത്തിന്റെ മാറ്റമാണ് ഇസ്ലാം. ഞാൻ വിശദീകരിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരാൾ മനസ്സിൽ വിശ്വസിക്കണം, ഷഹാദത്ത് ഉണ്ടായിരിക്കണം. മനസ്സിൽ അംഗീകാരം വന്നാൽ അത് തെളിയിക്കണം. അത് തെളിയിക്കാൻ രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന് അദ്ദേഹത്തിന്റെ ബദനും, രണ്ട് അദ്ദേഹത്തിന്റെ മാലും. ബദന് കൊണ്ടും മാല് കൊണ്ടും അത് തെളിയിക്കണം. ബദന് കൊണ്ട് തെളിയിക്കാൻ രണ്ടു രീതികളുണ്ട്. ഒന്ന് ശാരീരികമായി അത് ചെയ്യുക, നിർവഹിക്കുക. മറ്റൊന്ന് ശാരീരികമായി പരിത്യജിക്കുക. ശാരീരികമായി നിർവഹിക്കുന്നതിന്റെ രൂപമാണ് നിസ്കാരം. അതാണ് രണ്ടാമത്തേത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മനസ്സിൽ വിശ്വസിച്ച ഒരു വ്യക്തി അത് തന്റെ ശരീരത്തിലൂടെ പ്രകടിപ്പിക്കുന്നതിന്റെ ഒരു രൂപമാണ് സ്വലാത്ത്, നിസ്കാരം. നിസ്കാരത്തിലൂടെ അദ്ദേഹം ബദനിയായി ശാരീരികമായി അത് നിർവഹിച്ചു കഴിഞ്ഞു. ഇനി ശാരീരികമായി പരിത്യജിക്കൽ, അതാണ് നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞാൽ ഇംസാക്കുൻ അനിൽ മുഫത്തിറാത്താണ്. പലതും ചെയ്യാതിരിക്കലാണ്. ചെയ്തുകൊണ്ടും ചെയ്യാതെന്നും പാസീവായിട്ടും ആക്റ്റീവായിട്ടും അള്ളാഹുവിന് മുമ്പിൽ സ്വന്തം ബദന് കൊണ്ട് അത് നിർവഹിക്കുക എന്നുള്ളതാണ് അതിന്റെ തത്വം. മറ്റൊന്ന്, അത് പ്രത്യക്ഷപ്പെടേണ്ടത്, പ്രകടമാകേണ്ടത് സ്വന്തം സമ്പത്തിലാണ്. അതാണ് സക്കാത്ത്. ഇനി ഇത് എല്ലാം കൂടി ചേർന്നതാണ് ഹജ്ജ്. ഷഹാദത്തും ബദനിയായ നിർവഹണവും ബദനിയായ പരിത്യജനവും അതിന്റെ പരിത്യാഗവും അതിന്റെ അപ്പുറത്ത് മറ്റെല്ലാ രീതിയിലുള്ള സമർപ്പണവും ഒരുമിച്ച് കൂടിയതാണ് ഹജ്ജ്. നമ്മുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ വിശുദ്ധമായ ഒരുപാട് തലങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്നതാണ്. ഇത് തന്നെയാണ് സൂറത്തുൽ ബഖറ തുടക്കത്തിലും പറഞ്ഞത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, മനസ്സുകൊണ്ട് വിശ്വസിക്കുക, വയുഖീമൂനസ് സ്വലാത്ത, നിസ്കാരം നിർവഹിക്കുക, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ധനപരവും ശാരീരികവുമായ പ്രകടനം പ്രകടിപ്പിക്കുന്നതോടൊപ്പം ഈമാൻ ഉള്ളിൽ കൊണ്ട് നടക്കുക. അതാണ് ഹിദായത്തിന്റെ വഴി, അതാണ് തഖ്വയുടെ വഴി എന്നാണ് സൂറത്തുൽ ബഖറയിലെ തുടക്കത്തിൽ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ എൻ്റെ ഈ ഭാഷണം ഇവിടെ നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, വിശുദ്ധ ഇസ്ലാമിന്റെ ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, ഇങ്ങനെ താഴെ തട്ടിൽ നിന്ന് നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങൾ, അത് വീണ്ടും 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 ഉരുവിട്ട് പഠിക്കുന്നതിന് അപ്പുറത്ത് നമ്മൾ ഓരോ കാര്യങ്ങളായി എടുത്ത് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ച് പരിശോധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. പ്രത്യേകിച്ചും അള്ളാഹുവിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന്റെ വിവിധ രൂപങ്ങൾ, ഭാവങ്ങൾ, അതിന് ഖുർആനിലുള്ള ആയത്തുകൾ, ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ് എന്നതിന്റെ തെളിവുകൾ തുടങ്ങി കാലം ആവശ്യപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല ആഴത്തിലുള്ള പഠനങ്ങൾ ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.